ജില്ലാ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ആ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. 16 നിയമസഭാ സീറ്റുകൾ. തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ 14 സീറ്റ് വീതം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ 2026 ശേഷം ഡീലിമിറ്റേഷൻ നടപടികൾ ഉൾപ്പെടെ മാറുമ്പോൾ ജില്ലയിലും വ്യത്യാസം വരും. 14 എന്നുള്ളത് 17 ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല രണ്ടായി മാറാൻ കൃത്യമായിട്ടും നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഒക്കെ ഉൾപ്പെടുന്ന താലൂക്കുകൾ പ്രത്യേക ഒരു ജില്ലയായി മാറാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം രണ്ടായി വിഭജിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മലപ്പുറത്തെ ജനസംഖ്യയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത്. മലപ്പുറത്തെ ഒരു ഭാഗവും കോഴിക്കോടുള്ള ഒരു ഭാഗവും കൂടെ ചേർന്ന് പുതിയൊരു ജില്ലാ രൂപീകൃതം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയും അതുപോലെ തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളും ചേർന്ന് മറ്റൊരു പുതിയ ജില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യും. നമുക്കറിയാം, ഡീലിമിറ്റേഷൻ പദ്ധതി പ്രാബല്യത്തിൽ വന്നാൽ കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലിലേക്കാണ് വരുന്നത്. അതായത് നിലവിലുള്ള 20 ലോക്സഭാ സീറ്റുകൾ 19 സീറ്റായി കുറയാനുള്ള സാഹചര്യമാണ് ഡീലിമിറ്റേഷൻ നടപടികൾ വന്നാൽ വരുന്നത്. എന്നാൽ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജില്ലകളുടെ എണ്ണം കുറവാണ്, ജനസംഖ്യാ അനുപാതത്തിൽ ഉൾപ്പെടെ. കേരളത്തിൻ്റെ അത്ര പോലും ജനസംഖ്യയില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിനേക്കാൾ ജില്ലകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. നിരവധിയായ സംസ്ഥാനങ്ങളുടെ കണക്കെടുപ്പ് നോക്കിയാൽ അറിയാവുന്നതാണ്. ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് അതിൻ്റെ രീതികൾ. കേരളത്തിൽ മാത്രമാണ് 14 ജില്ലകൾ. കൂടുതൽ ജില്ലകൾ വന്നാൽ കൃത്യമായും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വീതം വെച്ച് പോകാം. അതായത് ഡിവൈഡ് ചെയ്ത് പോകാം. അധികാര വികേന്ദ്രീകരണം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ഇത്തരത്തിൽ സംഭവിച്ചാൽ മാത്രമേ കാര്യക്ഷമമായ ഭരണം നടക്കുകയുള്ളൂ എന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോർപ്പറേഷനിൽ ഉൾപ്പെടെ വാർഡ് വിഭജനം വരുമ്പോൾ ഇടതുപക്ഷം തങ്ങൾക്ക് അനുകൂലമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വലിയ പരാതികൾ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു രീതിയിലും രാഷ്ട്രീയപരമല്ലാതെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരും. പക്ഷെ മൊത്തത്തിൽ വാർഡുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 100 വാർഡുകളാണെങ്കിൽ അത് 101ലേക്ക്, അത്തരത്തിൽ വാർഡുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവ് പ്രത്യേകിച്ചും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അസംബ്ലി സീറ്റുകളിലോ അതല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെയോ കാര്യത്തിൽ വർധനവുണ്ടാകില്ല എങ്കിൽ പോലും ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള നയരൂപീകരണം ഉൾപ്പെടെ വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വേക്കൻസികൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വരികയും അത് കൃത്യമായും ഫിഗകൾ നിറയ്ക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വരും.